വിലയേറിയ രുധിരത്തിൻ ശക്തി വീണ്ടു കൊള്ളും ദൈവസഭ ആകെ വിശേഷമായി എന്റെ യേശു മരിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പാപമെന്നെ നിന്നു നീക്കാൻ യേശു രക്തം ചിന്തി. പാപമെന്നെ നിന്നു നീക്കാൻ യേശു രക്തം ചിന്തി. ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ആരാത്രിമുഖമായ ചിന്ത പങ്കുവയ്ക്കുന്നത് കർത്താവിന്റെ ദാസൻ KI ഷാജിമോൻ, ബാംഗ്ലൂർ. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ കർത്തൃദിനത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സകല ദൈവമക്കളും ദൈവത്തെ ആരാധിക്കുന്ന ദിവസം നമുക്കും കർത്താവിനെ ആരാധിക്കുവാൻ ആവശ്യമായ കൃപ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകട്ടെ. ഇന്നത്തെ ധ്യാനത്തിനായി 3 വേദഭാഗങ്ങൾ വായിച്ച് 3 സ്ഥലങ്ങളിൽ വെച്ച് നമ്മുടെ കർത്താവ് അനുഭവിച്ച കഷ്ടാനുഭവങ്ങളെക്കുറിച്ച് ധ്യാനിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായി നമുക്ക് മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 36 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. അനന്തരം യേശു അവരുമായി ഗത്സമന എന്ന തോട്ടത്തിൽ വന്നു. ശിഷ്യന്മാരോട്, ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ചു വരുവോളം ഇവിടെ ഇരിക്കുവിൻ എന്ന് പറഞ്ഞു. പത്രോസിനെയും ശെബെദെപുത്രന്മാർ ഇരുവരെയും കൂട്ടിക്കൊണ്ട് ചെന്ന് ദുഃഖിച്ചും വ്യാകുലപ്പെട്ടും തുടങ്ങി. എന്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു. ഇവിടെ താമസിച്ച് എന്നോടുകൂടെ ഉണർന്നിരിക്കുവിൻ എന്ന് അവരോട് പറഞ്ഞു. ഇവിടെ നാം ഗത്സമനയിലെ അനുഭവത്തെക്കുറിച്ചാണ് വായിച്ചത്. ഗത്സമന എന്ന വാക്കിന്റെ അർത്ഥം ഒലിവ് ചക്ക് എന്നാണ്. ഒലിവ് മലയുടെ പടിഞ്ഞാറെ ചെരുവിലാണ് ഗത്സമന സ്ഥിതി ചെയ്തിരുന്നത്. യേശു ഈ തോട്ടത്തിൽ പ്രാർത്ഥിപ്പാൻ പോവുക പതിവായിരുന്നു എന്ന് ലൂക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 39-ാം വാക്യം. യേശു അവിടെ ദുഃഖിക്കുവാനും വ്യാകുലപ്പെടുവാനും തുടങ്ങി. തന്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു എന്ന് യേശു പറഞ്ഞു. മനുഷ്യവർഗത്തിന്റെ പാപപരിഹാരത്തിനു വേണ്ടി താൻ അനുഭവിക്കുവാൻ പോകുന്നതായ വേദനകൾ, ത്യാഗങ്ങൾ മുമ്പിൽ കണ്ടപ്പോൾ അവൻ അനുഭവിക്കേണ്ടി വന്ന മരണവേദന വാസ്തവത്തിൽ അവന്റെ മനുഷ്യത്വത്തിന്റെ സമ്പൂർണതയെ വെളിവാക്കുന്നു. അവന്റെ വിയർപ്പുതുള്ളികൾ നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളികൾ പോലെയായി എന്നത് ലൂക്കോസ് മാത്രമേ രേഖപ്പെടുത്തുന്നുള്ളൂ. പ്രിയമുള്ളവരെ, നമ്മുടെ പാപപരിഹാരാർത്ഥം കർത്താവ് എത്രമാത്രം മനപീഡയിൽ കൂടെ കടന്നുപോയി എന്ന് ഗത്സമനയിലെ കർത്താവിന്റെ കഷ്ടത നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കർത്താവിനെ ആരാധിക്കുമ്പോൾ ഗത്സമന നമുക്ക് ഓർക്കാതിരിക്കുവാൻ കഴിയുകയില്ലല്ലോ. രണ്ടാമതായി യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 13-ാം വാക്യം. ഈ വാക്ക് കേട്ടിട്ട് പീലാത്തോസ് യേശുവിനെ പുറത്തു കൊണ്ടുവന്നു. കൽത്തളമെന്നും എബ്രായ ഭാഷയിൽ ഗബദ എന്നും പേരുള്ള സ്ഥലത്ത് ന്യായാസനത്തിലിരുന്നു. അപ്പോൾ പെസഹയുടെ ഒരുക്കനാൾ ഏകദേശം 6-ാം മണി നേരമായിരുന്നു. അവൻ യഹൂദന്മാരോട്, ഇതാ നിങ്ങളുടെ രാജാവ് എന്ന് പറഞ്ഞു. ഇവിടെ ഗബദയുടെ അനുഭവം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യഹൂദന്മാരുടെ രാജാവ് എന്ന് അവർ വിശേഷിപ്പിക്കുന്ന യേശുവിനെ താൻ എന്ത് ചെയ്യണം എന്ന് പീലാത്തോസ് ജനങ്ങളോട് ചോദിച്ചു. അവനെ ക്രൂശിക്കുക എന്ന് ജനം ആർത്തു വിളിച്ചു. അതിന് തക്കതായ ഒരു കാരണം കാണിക്കുവാൻ പീലാത്തോസ് ജനങ്ങളോട് ആവശ്യപ്പെട്ടു. എങ്കിലും അവർക്കതിന് കഴിഞ്ഞില്ല. അവനെ ക്രൂശിക്കുക എന്ന് ആർത്തു വിളിക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യുവാൻ അവർക്ക് കഴിയുമായിരുന്നില്ല. അങ്ങനെ പീലാത്തോസ് യേശുവിനെ ചമ്മട്ടികൊണ്ട് അടുപ്പിച്ചിട്ട് ക്രൂശിപ്പാൻ ഏൽപ്പിച്ചു കൊടുത്തു എന്ന് മർക്കോസ് സുവിശേഷം 15-ാം അധ്യായം 15-ാം വാക്യത്തിൽ കാണുന്നു. ഗബദയിൽ വെച്ചാണ് കർത്താവിന്റെ മുതുക് ഉഴവുചാലുകൾ പോലെ നീളത്തിൽ കീറുവാനിടയായത്. യേശുവിനെ ചമ്മട്ടികൊണ്ട് അടിച്ചു മൂർച്ചയേറിയ ലോകം പതിപ്പിച്ച
വലിയ തുകൽവാർ ശരീരത്തിൽ പതിക്കുന്ന ഓരോ സന്ദർഭത്തിലും ആ ഭാഗത്തെ മാംസം പിളർന്ന് ഉറവയിൽ നിന്നെന്ന പോലെ ചോര ഒഴുകും. യെശയ്യാവ് 51:6 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രവചനം അവിടെ നിറവേറ്റപ്പെടുകയായിരുന്നു. അടിക്കുന്നവർക്ക് ഞാൻ എന്റെ മുതുക കാണിച്ചു കൊടുത്തു. യെശയ്യാവ് 53:5 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേൽ ആയി. അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. അതിക്രമക്കാരായ പാപത്തിലും അതിക്രമങ്ങളിലും മരിച്ചവരായിരുന്ന നാം ശിക്ഷിക്കപ്പെടേണ്ട സ്ഥാനത്ത് നമ്മുടെ അരിമനാഥൻ നമുക്ക് പകരമായി ഗബതയിൽ വെച്ച് അടികളേറ്റു. നമ്മുടെ പാപരോഗത്തിന് സൗഖ്യം വരുത്തിയ കർത്താവിനെ ഇന്ന് രാവിലെ നമുക്ക് ഓർക്കാം. മൂന്നാമതായി യോഹന്നാന്റെ സുവിശേഷം 19:17 വാക്യം: അവർ യേശുവിനെ കൈയേറ്റു. അവൻ താൻ തന്നെ ക്രൂശിനെ ചുമന്നുകൊണ്ട് എബ്രായ ഭാഷയിൽ ഗോൽഗോത്ത എന്നു പേരുള്ള തലയോടിടം എന്ന സ്ഥലത്തേക്ക് പോയി. ഇവിടെ ഗോൽഗോത്തയിലെ സംഭവത്തെക്കുറിച്ചാണ് നാം വായിക്കുന്നത്. ഗോൽഗോത്ത എന്നത് തലയോട്ടിയുടെ ആരാമ്യ പദമാണ്. ആ പ്രദേശം ഒരു തലയോട്ടിയുടെ ആകൃതിയിൽ ആയിരുന്നു. യേശുവിനെ ക്രൂശോട് ചേർത്ത് കൈകാലുകളിൽ ആണിയടിച്ചു. തുടർന്ന് ക്രൂശ് ഉയർത്തി നിലത്ത് കുഴിച്ചിരുന്ന ആഴമുള്ള കുഴിയിൽ ഇട്ടപ്പോൾ എന്റെ അസ്ഥികളെല്ലാം ബന്ധം വിട്ടിരിക്കുന്നു എന്ന് സങ്കീർത്തനം 22:14 പറഞ്ഞിരിക്കുന്നത് നിറവേറ്റപ്പെടുകയുണ്ടായി. 6 മണി നേരം മുതൽ 9 മണി നേരം വരെ, അഥവാ 12 മണി മുതൽ 3 മണി വരെ ദേശത്ത് മുഴുവൻ ഇരുട്ടുണ്ടായി. ദൈവം സകല മാനവരാശിയുടെയും പാപത്തെ തന്റെ പുത്രന്റെ മേൽ ചുമത്തി ഏറ്റവും കഠോരമായ ദൈവക്രോധത്തിൽ കൂടെ ദൈവത്തിന്റെ പുത്രൻ കടന്നുപോയതായ മണിക്കൂറുകൾ. അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അവനവന് കഷ്ടം വരുത്തി എന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞത് നിവർത്തിയാകുകയായിരുന്നു. യേശു തലചായ്ച്ച് ആത്മാവിനെ ദൈവകരങ്ങളിൽ ഫലമേൽപ്പിച്ചു. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു. തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. അവൻ ക്രിസ്തു ആകയാൽ മരണം അവനെ പിടിച്ചുവെക്കുന്നത് അസാധ്യമായിരുന്നു. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ഇന്ന് പിതാവിന്റെ വലത്തുഭാഗത്ത് സകല മഹത്വം അണിഞ്ഞവനായി ഇരിക്കുന്നു. അവൻ മാത്രമാണ് സകല ആരാധനയ്ക്കും യോഗ്യൻ. അനന്തവിദൂര ഭാവിയിൽ അവൻ വീണ്ടും വരും. അവന്റെ സന്നിധിയിലേക്ക് നമ്മെ ചേർക്കും. നാം അവനെ നേരിൽ കാണും. പിന്നെ നാം നിത്യകാലം തന്നോടുകൂടെ ഇരുന്ന് അവന്റെ മഹത്വം ദർശിച്ചുകൊണ്ട് അവനെ ആരാധിക്കും എന്ന നിത്യപ്രത്യാശയാണ് അവൻ തന്നിൽ വിശ്വസിച്ചിരിക്കുന്ന തന്റെ മക്കൾക്ക് നൽകിയിരിക്കുന്നത്. ഗത്സമനയിലും ഗബതയിലും ഗോൽഗോതായിലും നമ്മുടെ രക്ഷാനായകൻ അനുഭവിച്ച കഷ്ടതകളും മരണവും മാത്രമല്ല, അവന്റെ പുനരുത്ഥാനവും നിരാവിലെ നാം ഓർക്കുണ്ടായല്ലോ. നിരാവിലെ നമ്മുടെ വീണ്ടെടുപ്പുകാരന്റെ മഹത്വം ദർശിച്ചുകൊണ്ട് അവന്റെ മുമ്പാകെ നമുക്ക് സാഷ്ടാംഗം വീണ് സകല ബഹുമാനവും സ്തുതിയും സ്തോത്രവും പുകഴ്ചയും അവന്റെ മുമ്പാകെ അർപ്പിച്ച് അവനെ ആരാധിക്കാം. അവൻ മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ. ദൈവകുഞ്ഞാടെ, നീ അറുക്കപ്പെട്ടു. നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിൽ നിന്നും ഭാഷയിൽ നിന്നും വംശത്തിൽ നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ആ കൂട്ടത്തിൽ എന്നെയും ഉൾപ്പെടുത്തിയല്ലോ എന്ന് പറഞ്ഞ് കർത്താവിന്റെ മുമ്പാകെ വീണ് നമുക്കവനെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം. അവന്റെ വിലയേറിയ നാമം ഇന്ന് എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.